ഹലോ നമസ്കാരം, മലയാളം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ഈ കോവിഡ് കാലത്ത് വൈറലായ കുറച്ച് കുട്ടികളുടെ വീഡിയോസാണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷകർത്താക്കളോട് ദേഷ്യം തോന്നും, പക്ഷേ ചിരിക്കാൻ മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. എന്റെ ഇഷ്ടം ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ശമ്പളം വേണ്ടേ? അപ്പൊ അതുപോലെ എനിക്കാണോ? ഞാൻ വലുതായിട്ടില്ലല്ലോ, ഞാൻ എപ്പോഴും ചെറുതല്ലേ. നീ ചെറുതാന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി ചെയ്യണ്ടേ? പാർക്കിൽ പോവാൻ പറ്റത്തില്ല. പാർക്കിൽ പോയാ പാർക്കിൽ പോ, കൊറോണയാന്ന്. ഞാൻ വഴക്കൊടുത്തോളാം, എല്ലാവർക്കും വിട്ടേക്കളാ. ആർക്ക് വഴക്ക് കൊടുക്കാൻ? പോലീസ് വന്നാ ഇടിച്ച് പഞ്ചറാക്കും. ആരിടിച്ച് പഞ്ചറാക്കും? ഞാൻ ഇടിച്ച്, അത് ഞാൻ ജയിച്ചോളാം. ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് പോരുതെന്ന്. അവര് ചുമ്മാ പറയണതാ. പിണറായി വിജയൻ പറഞ്ഞ്. എന്റെ അച്ഛനാണ്. എന്റെ അച്ഛനല്ല, പിണറായി വിജയൻ പറഞ്ഞ്, നരേന്ദ്രമോദി പറഞ്ഞ്. അവർക്കൊക്കെ തലയ്ക്ക് വട്ടാണ്. എന്താണ് ഇങ്ങനെയൊക്കെ പറയണത്? നീ അതൊന്നും കേട്ടിരിക്കാൻ പറ്റില്ല. നിനക്കിപ്പോ എവിടെയാ പോണ്ടേ? എന്റെ പാർക്കില്. ഏത് പാർക്കില്? സുഭാഷ് പാർക്കില്. അങ്ങനെ സുഭാഷ് പാർക്കിൽ ഇറങ്ങി പോവാൻ പറ്റത്തില്ല പൊന്നു, കൊറോണയാന്ന്. എങ്ങനെ ഒരു കാര്യം പറയാ, സൂപ്പർമാൻ പാർക്കിൽ പോവാൻ പറ്റുമോ? അവിടെ ആകുമ്പോ സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഉണ്ട്. ഒരു പാർക്കിലും നമുക്ക് പോവാൻ പറ്റത്തില്ല, വീട്ടിൽ തന്നെ ഇരിക്കണം. ഇതാണ് എഴുതടാ ആദ്യം തൊട്ട്. ഏറ്റവും ആദ്യം തൊട്ട്. അത് തന്നെ. എന്താണ് ക്ലിയർ ആയിട്ട് എഴുതോ? കരയുന്ന ഒന്നുമില്ല, അല്ല. നീ എന്തായാലും ചെയ്യേ. നിന്നെ ഞാൻ അടിച്ചോന്നില്ലല്ലോ. അടിച്ചോ? കണ്ണിലെ വിഷമം വന്നോണ്ട് വെള്ളം വന്നു. നിനക്ക് വിഷമം വരാൻ ഞാൻ എന്ത് ചെയ്ത്? എന്തോരം വന്നോ വെള്ളം. ഞാൻ വിഷമിക്കുന്നുണ്ട്. വിഷമിച്ച് എന്തിനാന്ന് പറയേ? അതാ പിച്ചെന്ന് വാക്ക് പറയുന്നു, അരിക്കുന്നു, കമ്പ് വെച്ച് അടിക്കുന്നു, കൈ വെച്ച് അടിക്കുന്നു. അതും ഇപ്പൊ എന്റെ വടിയുണ്ടോ? ഞാൻ അടിച്ചോ നിന്നെ? വടി വെച്ച് വെച്ചുണ്ട്. അവിടെ എടുത്ത് വെച്ചതല്ലേ ഉള്ളു, അപ്പൊ ഞാൻ അടിച്ചില്ലല്ലോ. അടിച്ചോ? ബാബ പറഞ്ഞ അമ്മ ഇഷ്ടമല്ല. എന്നെ ആയിട്ടെന്ന് പറഞ്ഞു. അച്ഛമ്മയും പപ്പനെയും അച്ഛനെയും എന്നെയും, അമ്മ ഇഷ്ടമല്ല. ചേട്ടന് വഴക്ക് പറയുന്നുണ്ട്. അവക്ക് വിഷമം വന്നു. അയ്യോ പാവം, അയ്യോ പാവം. അയ്യേ പോന്നു. എടാ എടാ മിണ്ടിപ്പൂന്നെ എഴുതടാ. അടിച്ചോ ഞാൻ? ഇപ്പൊ അടിച്ചോ ഞാൻ? അയ്യ എഴുതു. പൊന്നെഴുത്, രാജകുമാരൻ എഴുതു. രാജകുമാരൻ, അമ്മയുടെ രാജകുമാരൻ. എന്റെ പാപ്പന്റെ രാജു, പാപ്പന്റെ ഞാനാണ്. പാപ്പന് ഇത്തവ, പിന്നെ അച്ഛമ്മ ഇത്തവ, അച്ഛന് ഇത്തവ, വാവ ഇത്ത, പിന്നെ അമ്മ ഇത്തവല്ല. ആണല്ലേ? ആണല്ലേ? അമ്മ ഇട്ടവല്ലോ. ഉറപ്പാണേ? ഉറപ്പാണേ? തെറ്റിക്കത്തില്ലല്ലോ വാക്ക്? അമ്മ ഇഷ്ടമല്ലല്ലോ, പിന്നെ ഇഷ്ടമാണെന്ന് പറയുവോ? ഇനി അങ്ങനെ ചെയ്യാതെ ചിരിച്ചോളും.
പഠിക്കും മോനെ. അങ്ങനെ പറയണ. ഇനി 10 വട്ടം നീ അടിച്ചു പറയരുത്. പഠിക്കും മോനെ എന്ന് പറയണം. അങ്ങനെയല്ലേ ചിരിച്ചു പറയണം. പഠിക്കും മോനെ അങ്ങനാണോ? പഠിക്കും മോനെ അങ്ങനെ പറയണം. ആയിക്കോട്ടെ ശരി. പഠിക്കും മോനെ. പൊന്നെഴുതിക്കോ. ചക്കര. ബി സി ഡി ഇ ഇ എഫ് ജി എച്ച് ஏ எங்க இருக்கு சொல்லுங்க. ஏ எங்க இருக்கு? ஏ எங்க இருக்கு? எங்க இருக்கு ஏ? ஏ எங்கடா இருக்கு? பி எங்க இருக்கு? சி எங்க இருக்கு? சி எங்க இருக்கு? नहीं जाएगा वो. अरे जब गर्मी आएगी जब चला जाएगा. कौन बोल रहा देखो? गर्मी का कोरोना वायरस को पसंद है? नहीं पसंद है. तो ये तो बोलू कि जब कोरोना वायरस जब गर्मी आएगी जब कोरोना वायरस चला जाएगा ना. नहीं जाएगा वो. अभी पता पूरे आधे देश में फैल गया वो कोरोना वायरस. 2 आधे देश में 3. बार बार हैंड वॉश किया कर अपने. इतना में कोरोना वायरस को गर्मी पसंद है? नहीं. तो फिर ये तो बोल रही हूँ कि जब गर्मी आएगी जब कोरोना वायरस चला जाएगा. पता नहीं. मुझको तो पता तुझे? अगर नहीं खाया तो हम तो मर जाएंगे. तू क्यों रो रही है? अभी तो ठीक है ना. अगर आप मर गए तो फिर हम बच्चों को क्या होगा? कुछ नहीं होगा. भगवान जी है. अब तो तू बड़ी हो गई. बाबू का ध्यान तो रख सकता है. खाना नहीं आता. आए मम्मा सिखा देगी. टेंशन मत ले. सब्जी बनाने नहीं आती. रोटी आती है? रोटी बनाने आती है. कैसे आती है? और गैस चलाना नहीं आता. मम्मा है ना सिखाने के लिए. मम्मा 2 दिन में सिखा देगी तेरे को सारी चीजें. ठीक है 2 दिन में सिखा दो. ഇത്രയും നാൾ പഠിച്ചോണ്ടല്ലേ ഇരുന്നേ, അല്ലാതെ കിടന്നോണ്ടല്ലോ. ഇത്രയും നാൾ പഠിച്ചോണ്ടല്ലേ ഇരുന്നേ. ലീവ് തരാം. പാപ്പയുടെ സ്വഭാവം ഇങ്ങനെയാ. ഒരു ദിവസം ലീവ് തരാന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല. പഠിച്ചോണ്ടേ ഇരിക്കും. പഠിക്കാറ്. ഇന്നലെ ലീവ് വന്നോ? ഇല്ലല്ലോ. ഇന്നലെ നീ എഴുതിയോ? 3 ദിവസം ലീവ് വന്നത് അത് ഓർക്കണം. 3 ദിവസം സംസാരിക്കല്ലേ. അറിയാത്ത ആരെ ഇപ്പൊ സംസാരിക്കുന്നത്. എഴുതൂട്. എങ്ങനെ ഭാവിയത് കാണാം. ഇത്രയും ഉണ്ടായിട്ട് ഞാൻ എഴുതാനാ? ഇത്ര എഴുതിയതൊന്നും പോരാ. ഇതൊക്കെ എഴുതിയതും പോരാ. ഇനി ഇത് കഴിഞ്ഞാ പിന്നെ പറയും ഇതും കൂടെ എഴുതാം. പിന്നെ ഇത് കഴിഞ്ഞാ പിന്നെ പറയും ഇതും കൂടെ എഴുതാം. ഈ പേജും കൂടെ എഴുതും. പിന്നെ അടുത്ത പേജ്. ഞാൻ പഠിക്കാതിരുന്ന ഇങ്ങനെ എഴുതാന്. हाथ उठाओ दुआ के लिए. बोलो. ऐ अल्लाह मैं दुआ करता हूँ कि 15 तारीख को स्कूल खुल जाए. Okay, now you're ready, no? You're ready? Yes. Shall we go to Blossoms now? No, not ready. You're not ready? Just now you told me you're ready.
not ready. Chal na, let's go to Blossoms. It locks out. It's okay. We'll go and come once. It is locked down. Modi uncle said not to go out of the house. Oh. What do we do then? Then we have to stay in the house only. Okay. Then Not to go out. once no, we'll go to Blossoms and come. And he said not to go. Sure. He told the government will take me. The government will take you. Why? That Modi uncle told to not go out of the house. Okay, done. We'll not go. Okay, good boy. Ladies, I want to see you back it up, back it up. നിനക്ക് കേട്ടാനോ പൊക്കിട് പറ്റത്തില്ല ശ്വാസം മുട്ടും ഇങ്ങനെ ഈ താടിയിലാണ് മാസ്ക് ഉണ്ടത് പോലീസിനെ കാണുമ്പോൾ പൊക്കിട പോലീസെ പൊക്കണം പോലീസ് കാണുമ്പോൾ ഈ മാസ്ക് ഇങ്ങനെ പൊക്കിയിടത്തില്ലേ അങ്ങനെ ഇടാന്ന് എങ്ങനെ ഈ മൂക്കി മാത്രം മാസ്ക് ലിപ്സ്റ്റിക് ആണ്ടേ തുടരുത് കൊറോണ അടിക്കും ഒരു കാര്യം പറയാനാ മാസ്ക് താക്ക് ഞാൻ പറ്റത്തില്ല കൊറോണ അടിക്കും എനിക്ക് കൊറോണ അല്ല താക്ക് മാസ്ക് 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 തായിരിക്കുന്നത് കാരണം എന്നാത് വെക്കണം നീന്തൊക്കത്തെ അത് ഞാൻ ഇപ്പം ഒന്നും വെക്കത്തില്ല എനിക്ക് ഇത് വെക്കുമ്പോൾ ഭയങ്കര ചൊറിച്ചിലൊക്കെയ എനിക്കതാ ഉണ്ട് എന്തായാലും ഉണ്ടല്ലോ പോലീസ് കാണുമ്പോൾ വെക്കാം ഇതിവിടെ ഉണ്ടല്ലേ നമുക്ക് എടുക്കാം ജോലിക്കൊക്കെ എങ്ങനെ ജോലിക്കൊക്കെ തോന്നുന്നു എന്താ കാണിച്ച് മൂക്ക് ചൊറിയരുത് എന്റെ മൂക്ക് ഞാൻ ചൊറിയത്താൻ ചൊറിഞ്ഞരോ ഇതൊക്കെയാണ് കേരളത്തിലെ നാട്ടുകാർ ചെയ്യുന്ന മാസ്ക് ഇടുന്ന വേല ഇതൊന്നും അല്ലാതെ ഇനി നമ്മൾക്ക് കൊറോണ പിടിക്കാതിരിക്കാൻ മാസ്ക് ഇടുന്ന ഒരു രീതിയുണ്ട് ആ രീതിയും കൂടെ ഞങ്ങൾ കാണിച്ചു തരാം രീതിയും കൂടെ അല്ല സ്റ്റൈലും കൂടെയാണ് ഹായ് കൂട്ടുകാരെ ഞാനേ കൊറോണയെ കുറിച്ച് 2 വാക്ക് സംസാരിച്ചോടെ നിങ്ങൾ പോവാറിയേ പറയണേ ടീച്ചറെ കൊറോണ എന്ന് പറഞ്ഞാൽ വലിയ മഹാമാരിയാണ് അത് നമുക്ക് കാണാനൊന്നും കഴിയില്ല അതൊരു കൊച്ചു വൈറസാണ് അതൊരു പനിയാണ് അതുകൊണ്ട് ലോകാരോഗ്യ സംഘടന കൊറോണയ്ക്ക് ഇട്ടിക്കുന്ന പേരാണ് COVID-19 അതുകൊണ്ട് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തൂവാല ഉപയോഗിച്ച് പിടിക്കണം അവിടെ തുപ്പൽ വീണെന്ന് വിചാരിച്ചു അവിടെ തുപ്പി ഞാൻ ഇപ്പൊ അവിടെ തുപ്പയെന്ന് വിചാരിച്ചോ നിങ്ങള് ആരെങ്കിലും ആദ്യം ഒന്ന് ചവിട്ടി അപ്പൊ അവർക്ക് കൊറോണ ഇങ്ങനെ 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 തലയിൽ കൂടെ പകരും പകരും വേദനയും നമ്മൾ
അതൊരു പനിയാണ്. നമ്മള് പക്ഷെങ്കിലും മരുന്നൊന്നും കണ്ടെത്തിയില്ല. പക്ഷെ നമുക്ക് സൂക്ഷിച്ചാലോ. നമ്മള് അകലം പാലിക്കണമെന്നിട്ടു അറിയാമോ നിങ്ങൾക്ക്? ഇവിടെ നിക്കണം. അതിന്റെ അടുത്ത് നമ്മൾ പോവരുത്. ഇവിടെ നിക്കണം. അവിടെ നിൽക്കുന്ന അടുത്ത് പോയാൽ എന്തൊരു ചെയ്യും? കൊറോണ. അതുകൊണ്ടാണ് മരുന്നൊന്നും കണ്ടെത്തില്ല. പക്ഷെ നമുക്ക് സൂക്ഷിച്ചാലോ. അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിക്കണോണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കണം. കേട്ടാ? നമ്മള് വെളിയിലൊക്കെ ഇറങ്ങുമ്പോ മാസ്ക് ധരിക്കണം. ഇങ്ങനെ മാസ്ക് ധരിക്കണം. അല്ലെങ്കിൽ ഫൈൻ അടിക്കും. ഫൈന് രൂപയും വാങ്ങും. നമ്മള് പുറംവശം തൊടാതെ മാസ്ക് ഇടണം. ഇത് നമ്മൾ ധരിച്ച മാസ്ക്. പ്ലാസ്റ്റിക് ആണെങ്കിൽ കൈ വേണം, അല്ലെങ്കിൽ എടുത്ത് കളയണം. എന്നിട്ട് തീയിലിട്ടും കത്തിക്കണം. നമ്മളെ വേറെ പുറത്തിനായും കൂടെ മാസ്ക് തന്ന നമ്മളെ കൈവണം. നമ്മൾ കൈ കഴുകാതെ കണ്ണിലോ മൂക്കിലോ വായിലോ തുടരുത്. ഇത് നമ്മളെ ഹാൻഡ് വാഷ്. വെളിയിൽ വെക്കണ ഹാൻഡ് വാഷ്. ബാക്കിയുള്ളത് ഇങ്ങനെ തേച്ചിട്ട് വെള്ളം കഴിക്കാതെ വേണ ഹാൻഡ് വാഷ്. മനുഷ്യന്മാർ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്നും പറയാനാ നിങ്ങൾ അനുസരിക്കത്തില്ലേ? വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. അറിയാമല്ലോ. നിങ്ങള് വെളിയിൽ ഒന്നും ഇറങ്ങാൻ പാടില്ല. അറിയാമോ? വെളിയിൽ ഇറങ്ങി കഴിയുമ്പോ കൊറോണ പിടിക്കും, പുലി പിടിക്കും. എനിക്ക് വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റില്ല. എന്നിട്ടല്ലേ എന്റെ കൂടെ കടയിൽ പോകണം, പാർക്കിൽ പോകണം. എന്റെ പൊന്നു മനുഷ്യന്മാരെ, നിങ്ങൾ ചൈനയിൽ പോകാതെ വീട്ടിലിരിക്കുവോ? എത്ര നാളമായി ഞാൻ പാർക്കിൽ പോയിട്ട്. എനിക്ക് അച്ചക്കുട്ടിയുടെ കൂടെ എനിക്ക് പാർക്കിൽ പോകാൻ പറ്റത്തുള്ളൂ.